ഹിരൺമുരളി എന്ന വേടനെപ്പറ്റി ഹിന്ദു ഐക്യവേദി നേതാവ് ശശികല ടീച്ചർക്ക് വല്ലാത്ത ആക്ഷേപം. വേടൻ്റെ റാപ്പ് സംഗീതം ക്ഷേത്രത്തിൽ അനുവദിക്കാൻ പാടില്ല എന്നും അത് ഹിന്ദു സമാജത്തിന് മുറിവേൽക്കുന്നുവെന്നും വേടൻ്റെ നൃത്തം ആഭാസകരമായ നഗ്നനൃത്തമാണെന്നും ഈ തുണിയില്ലാ നൃത്തം നമ്മുടെ സമൂഹത്തിൽ വല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും ശശികല ടീച്ചർ വളരെ ആത്മാർത്ഥമായി ഒരു പൊതുവേദിയിൽ സംസാരിക്കുന്ന വീഡിയോ വൈറലായിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചിട്ട് തുടരാം. ഇന്ന് വേടന്മാരുടെ തുണിയില്ലാ ചാട്ടങ്ങൾക്ക് മുമ്പിലാണ് ആ സമാജം അപമാനിക്കപ്പെടുന്നത്. അതുകൊണ്ട് സാധാരണക്കാരന് പറയാനുള്ളത് കാതു തുറന്ന് കേൾക്കണം. കഞ്ചാവോളികൾ പറയുന്നതേ കേൾക്കൂ എന്ന ഭരണകൂടത്തിന്റെ രീതി മാറ്റണം. കഞ്ചാവുകളെയൊക്കെ പിടിച്ച് വേദിയിൽ എത്തിച്ച് അതിന്റെ മുന്നിൽ 10,000ങ്ങളെ തുള്ളിക്കേണ്ടി വരുന്ന ഗതികേട്. ആടിക്കളിക്കടാ കുഞ്ചിരാമ, ചാടിക്കളിക്കടാ കുഞ്ചിരാമ എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ചിരാമന്മാരെ ചാടിക്കളിപ്പിക്കുകയും ചുടുചോറ് മാന്തിക്കുകയും ചെയ്യുന്ന ഇത്തരം സംവിധാനങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായി എന്ന് ഭരണകൂടത്തിന് മുന്നിൽ കെഞ്ചാനല്ല, ആജ്ഞാപിക്കാൻ തന്നെയാണ് ഹിന്ദു ഐക്യവേദി എത്തിയിരിക്കുന്നത്. കാരണം ഞങ്ങളൊരു സംഘടനയല്ല. ഞങ്ങളോടൊപ്പം ഈ കേരളത്തിലെ എല്ലാ സാമുദായിക സംഘടനകളും ഉണ്ട്. ഞങ്ങൾ ഒന്നിച്ചുകൊണ്ട് മതി. ഇനി ഈ സമൂഹത്തെ ആടിക്കളിപ്പിക്കാനും ചാടിക്കളിപ്പിക്കാനും നിൽക്കണ്ട. അപ്പൊ ആടിക്കളിക്കടാ ചാടിക്കളിക്കടാ എന്ന് പറയുന്നവർക്ക് മുന്നിൽ അതിന് തയ്യാറല്ല എന്ന് പറയാൻ, അത്തരത്തിലുള്ള ശ്രമങ്ങൾ അവസാനിപ്പിക്കണമെന്ന് പറയാൻ തന്നെയാണ് ഹിന്ദു ഐക്യവേദി 14 ജില്ലാ ആസ്ഥാനങ്ങളിലും എത്തിയിരിക്കുന്നത്. ടീച്ചർ പറയുന്നത് വേടൻ നഗ്ന നൃത്തം ചെയ്യുന്നു, അത് കുറെ കൂടി പ്രാകൃതമായൊരു ഭാഷ ഉപയോഗിച്ചുകൊണ്ട് തുണിയില്ലാ നൃത്തം എന്ന് ടീച്ചറുടെ തനത് സംസ്കാര രീതിയിൽ അവർ സംസാരിക്കുന്നുണ്ട്. ഈ ശശികല ടീച്ചർ എക്കാലഘട്ടത്തിലും വിവാദങ്ങളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട ഒരു നേതാവാണ്. ഹിന്ദു ഐക്യവേദിക്ക് വേണ്ടി അവർ ചെയ്യുന്ന ശ്രമങ്ങളും സേവനങ്ങളും എത്രമാത്രം ഹിന്ദു സംസ്കാരം ഇടുങ്ങിയതും അതിൻ്റെ മാനവികത ദുർബലവുമെന്ന് പ്രകടിപ്പിക്കുന്ന തരത്തിലാണ്. മാത്രമല്ല അവരുടെ ശരീരഭാഷ പോലും ഇതര സമുദായാംഗങ്ങളോട് ഒരുതരം പുച്ഛവും തങ്ങളെന്തോ മറ്റേതൊരു സംസ്കാരത്തെക്കാളും മികച്ചതും ആണ് എന്നൊക്കെയുള്ള ഒരു ഫാസിസ്റ്റ് ബോധം പ്രകടമാക്കുന്നതാണ്. അങ്ങനെ വിശ്വസിക്കാനുള്ള അവരുടെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുമ്പോൾ തന്നെ ഈ വേടനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളുടെ മറുവശത്ത് ടീച്ചർ സ്വയം ട്രോളുകയാണ് എന്ന് പറയേണ്ടി വരുന്നു. കാരണം ടീച്ചർ പ്രതിനിധീകരിക്കുന്ന ഇന്ത്യയിലെ ഹിന്ദുമതം ഈ നഗ്നതയെ എങ്ങനെ കണ്ടു എന്നത് അജന്ത എലോറ ശില്പങ്ങൾ അടക്കമുള്ള പൗരാണിക വരകളും ചിത്രങ്ങളും ഒക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ. മാത്രമല്ല അറിവിൻ്റെ ദേവതയായ സരസ്വതിയെ വസ്ത്രം ധരിപ്പിച്ചത് സാക്ഷാൽ രാജാ രവിവർമ്മയാണ്. സാരി എന്ന് പറയുന്ന വിക്ടോറിയൻ കാലഘട്ടത്തിലെ വസ്ത്രധാരണമുണ്ടല്ലോ, സാക്ഷാൽ ടീച്ചർ പോലും ധരിക്കുന്ന സാരി അതുപോലും വിക്ടോറിയൻ കാലഘട്ടത്തിൻ്റെ സംഭാവനയാണ്. അല്ലാതെ പഴയ ഹിന്ദുമതം ആളുകളെ വസ്ത്രം ധരിക്കാൻ പഠിപ്പിച്ചതുപോലെ കൂമ്പുവാള ധരിച്ചോ നഗ്നത ആവശ്യമുള്ള ചില ഭാഗങ്ങളിൽ മാത്രം മറച്ചുകൊണ്ട് നഗ്നത പരിഹരിക്കുന്ന രീതിയോ ഒന്നും ആയിരുന്നില്ല. അപ്പോൾ സരസ്വതി അടക്കമുള്ള ആളുകളെ സാരി ധരിപ്പിച്ചതൊന്നും ഇന്ത്യയിലെ ഹിന്ദുമതമോ ഹിന്ദു സംസ്കാരമോ ആയിരുന്നില്ല എന്ന് മാത്രമല്ല, സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ കഴിയാത്ത പരിസ്ഥിതി എല്ലാ മതത്തിലും സംജാതമായിരുന്നു എന്നത് ടീച്ചർക്കറിയാൻ കഴിയുന്ന കാര്യമാണ്. നായർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ കഴിയാത്ത പരിസ്ഥിതി നിലനിന്നിരുന്നു. CV കുഞ്ഞിരാമൻ്റെ ജീവചരിത്രത്തിൽ അദ്ദേഹം തൻ്റെ ഭാര്യയ്ക്ക് വാങ്ങിക്കൊണ്ടുവന്ന ബ്രാ ധരിക്കാൻ അവരെ അനുവദിക്കാതെ, അതുപോലെ മേൽവസ്ത്രം ധരിക്കാൻ അനുവദിക്കാതെ അമ്മാവിയമ്മ കുതിര തല്ലിയ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇന്ന് മലയാളി മൊത്തം ആർജിച്ച സംസ്കാരമെന്നത് വ്യത്യസ്ത വൈദേശിക സംസ്കാരങ്ങളുടെ ഒരു സമന്വയമാണ്. അതിനെയെല്ലാം പരസ്യമായി തള്ളിപ്പറയുകയും അതിനെ തന്നെ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു ഇരട്ടത്താപ്പ് ടീച്ചറടക്കമുള്ള ഇത്തരം ഹിന്ദു സമാജകരിൽ വളരെ പ്രകടമാണ്. ഞാൻ ടീച്ചർ ഏറെ ലജ്ജിക്കുന്ന വേടൻ്റെ പാട്ടിലെ നഗ്നതയിൽ എന്തോ പ്രയാസം അനുഭവപ്പെടുന്ന ഈ മാന്യദേഹത്തെ മറ്റൊരു ദൃശ്യം കൂടി കാണിച്ചു തരാം, എന്നിട്ട് ചർച്ച തുടരാം. ഈ സന്യാസിക്ക് ചുറ്റും എത്രയോ മനുഷ്യരും പോലീസുകാരുമാണ് ഇങ്ങനെ ഓടി നടക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ലജ്ജ തോന്നാത്ത നമ്മുടെ ടീച്ചർക്ക്
വേടൻ അയാൾ എവിടെയാണ് നഗ്നത പ്രദർശിപ്പിച്ച് ഒരു നൃത്തം നടത്തിയെന്നറിയില്ല. അങ്ങനെ നഗ്നത പ്രദർശിപ്പിച്ചൊരു നൃത്തം നടത്തിയാൽ തീർച്ചയായിട്ടും അത് രാജ്യവിരുദ്ധമാണ്. അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ നമ്മുടെ രാജ്യത്ത് നിയമമുണ്ട്. പക്ഷേ ഇതേ രാജ്യത്ത് തന്നെ നിയമനിർമ്മാണ സഭകളിൽ പോലും തുണിയില്ലാതിരിക്കുന്ന സന്യാസിമാരെ നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. എത്രയും ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഇന്ത്യ പോലൊരു രാജ്യത്തെ അവഹേളിക്കും വിധം നിയമനിർമ്മാണ സഭയിൽ ഇത്തരം ആളുകൾ ഇരിക്കുക. അത് ജൈനമതത്തിൻ്റെ പ്രചാരകരാണെന്നോ അതല്ലെങ്കിൽ ഹിന്ദുമതം അല്ലെന്നോ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. കാര്യത്തോടെടുക്കുമ്പോൾ ചിലതിനെ തള്ളിപ്പറയാനും സ്വീകരിക്കാനും ഒക്കെയുള്ള മെയ്വഴക്കം ഈ ടീച്ചറെ പോലുള്ള ആളുകൾക്കുണ്ടല്ലോ. മറ്റൊന്നുകൂടി ടീച്ചർ ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. വേടൻ പാടേണ്ടത് പരമ്പരാഗതമായ ഗോത്രകലയാണ്. അപ്പോൾ ഗോത്രകല മാത്രമല്ലല്ലോ, ഗോത്രകലയുമായി ബന്ധപ്പെട്ട് കുറേ സംസ്കാരങ്ങളും നിലനിന്നിരുന്നു. ഈ കലകളും സംസ്കാരങ്ങളുമൊക്കെ ഗോത്രവർഗ ജനതയ്ക്ക് രൂപപ്പെട്ടത് ചിലതരം അടിച്ചമർത്തലിൽ നിന്നാണ്. ചില ഭാഷ പോലും അവർക്കിടയിൽ പിറവി കൊണ്ടിരുന്നു. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ദ്രമിളം എന്നൊരു ഭാഷയുണ്ട്. അത് പുലയർക്കിടയിലെ ഭാഷയാണ്. ഇതുപോലെ പറയർ എന്ന സമുദായത്തിൻ്റെ ഇടയിലും ഇന്നും നിലനിൽക്കുന്ന ഗോത്രഭാഷാ സംസ്കാരമുണ്ട്. ആ ഭാഷയുടെ പ്രത്യേകത എന്തെന്നാൽ തങ്ങൾക്ക് അഭിമുഖമായി ഇതാ യജമാനൻ വരുന്നുണ്ട്, അത് സൂക്ഷിച്ചു നിൽക്കാനുള്ളൊരു മുന്നറിയിപ്പ് രണ്ടാളുകൾ തമ്മിൽ കൊടുക്കുന്നൊരു രീതിയാണത്. മൂന്നാമതൊരാൾക്ക് മനസ്സിലാകാതെ പ്രതിസന്ധികളെ അതിജീവിക്കാനും അവർക്ക് നേരെ അഭിമുഖമായി വരുന്ന പ്രയാസങ്ങൾ എന്തെന്ന് പറയാനുമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു ദളിത് സ്ത്രീ വയലിലോ മറ്റോ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവൾ അല്പം സുന്ദരിയാണെന്ന് ധരിക്കുക. അവളുടെ മേൽ കണ്ണിട്ട് വരുന്ന യജമാനൻ്റെ മുമ്പിൽ നിന്ന് കണ്ണു തട്ടാതെ നീ ഒന്ന് മാറി നിൽക്കാൻ ചിലപ്പോൾ ഈ ഭർത്താവ് ഭാര്യയോട് പറയാനാണ് ഇത്തരം ഭാഷാശൈലി ഉപയോഗിച്ചത്. അത് ആധുനികമായ കോഡ് ഭാഷകളോട് ഏതാണ്ടൊക്കെ യോജിച്ച് നിൽക്കുന്ന രീതിയിലെ ചില കാര്യങ്ങളാണ്. അതൊക്കെ ചിലത് ഇന്നും നമ്മുടെ സമൂഹത്തിൽ വളരെ കൃത്യമായി നിലനിൽക്കുന്നുണ്ട്. ഈ ഭാഷയും അതിൻ്റെ ഉപയോഗമൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതിന്ന് തമാശക്കൊക്കെയാണ് മനുഷ്യൻ ഉപയോഗിക്കുന്നതെങ്കിലും ഇതിൽ നിന്നൊക്കെയാണ് കലയും സംസ്കാരമൊക്കെ രൂപപ്പെട്ടത്. അന്നത്തെ പാട്ടുകളിൽ പോലും ഇത്തരത്തിലെ യജമാന്മാർ വന്ന് സാധുക്കളെ ഉപദ്രവിക്കുന്ന ഒത്തിരി പ്രശ്നങ്ങളെ നേരിടാനാണ് അവരിതൊക്കെ പഠിച്ചത്. അതിൽ നിന്ന് കുറേ വിഭിന്നനായിരുന്നു അയ്യങ്കാളി. അദ്ദേഹം ഇത്തരം വിഷയങ്ങളിൽ തന്നെ ഉപദ്രവിക്കാൻ വരുന്ന ആളുകളോട് ധൈര്യശാലിയായി നേരിട്ടു എന്നുള്ളതാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നൊരു ഘടകം. അതിൻ്റെ പേരിൽ ആളുകൾ അദ്ദേഹത്തെ ചട്ടമ്പിയൊക്കെ ആയിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. എന്തോ വലിയ ധിക്കാരം പ്രവർത്തിക്കുന്ന ആളൊക്കെ ആയിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അയ്യങ്കാളി ധിക്കാരിയോ ചട്ടമ്പിയോ ഒന്നും ആയിരുന്നില്ല. എന്നാൽ ചെറുത്തുനിൽപ്പിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ചിലതിനെയൊക്കെ പ്രതിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ ശശികല ടീച്ചർ പറയുന്നതനുസരിച്ച് ഒരു സമൂഹം എന്താണ് പാടേണ്ടത്, അത് അവൻ പണ്ട് പാടിപ്പതിഞ്ഞ പാട്ട് മതി, അവൻ ശീലിച്ചു വന്ന ആഹാരം മതി, അവൻ ധരിച്ചു വന്ന വസ്ത്രം മതി എന്നൊക്കെ പറഞ്ഞാൽ ടീച്ചർ ഇപ്പോഴും കുറേ കൂടി ഭൂതകാലത്തിലേക്ക് തിരിഞ്ഞ് കാര്യങ്ങൾ ചിന്തിക്കുകയാണോ എന്ന് പറയേണ്ടി വരും. വേടൻ ധരിച്ചിരിക്കുന്ന പാൻറ്റാണ്, അദ്ദേഹം ധരിച്ചിരിക്കുന്നത് ടീഷർട്ടുമൊക്കെയാണ്. അദ്ദേഹം ഇതൊന്നും ഈ പാൻറ്റും ടീഷർട്ടും ഒന്നും ഒരു ദലിത സംസ്കാരത്തിൻ്റെ ബാക്കിയൊന്നുമല്ല. അതുമൊക്കെ ഒരു പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെയെങ്കിൽ ഈ പാട്ട് മാത്രം പഴയത് മതി, വസ്ത്രം പഴയത് മതി എന്ന് അദ്ദേഹം ഒരു ശടിച്ചിരുന്നെങ്കിൽ മുമ്പ് പറഞ്ഞ പോലെ കൂമ്പുവാളയാണ് ഈ വേടൻ ധരിക്കേണ്ടത്. കൂമ്പുവാള ധരിച്ചോ അതല്ലെങ്കിൽ ഇലകൾ കൊണ്ട് നഗ്നത മറച്ചോ ഒക്കെ ജീവിക്കാൻ മാത്രം വിധിക്കപ്പെട്ട മനുഷ്യരായിരുന്നു ചണ്ടാളരെന്ന് ടീച്ചറുടെ പുസ്തകങ്ങളിൽ, ടീച്ചറുടെ ഏറെ കൊട്ടിഘോഷിക്കുന്ന പുരാണങ്ങളിലും ഒക്കെ പ്രതിപാദിക്കുന്ന അല്ലെ മനുസ്മൃതിയിലും ഒക്കെ പറയുന്ന സംസ്കാര രീതികൾ അങ്ങനെയായിരുന്നു. അതിലേക്ക് എന്താണ് ടീച്ചർ നയിക്കാഞ്ഞത്? അതുകൂടി എടുക്കാൻ എന്താണ് പറയാത്തത്? ചുരുക്കത്തിൽ ഫാസിസത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമെന്ന് പറയുന്നത് പണ്ടത്തെ ആഹാരം, പണ്ടത്തെ ശൈലി, പണ്ടത്തെ രീതികളിലേക്ക് നമുക്കൊന്ന് തിരിച്ചു പോകാം എന്നാണ്. അതിന് ആധുനികമായി ചിന്തിക്കുന്ന മനുഷ്യർക്കാർക്കും കഴിയില്ല എന്ന് മാത്രമല്ല, ഇത്തരം തിട്ടൂരം മുഴക്കിയാൽ അതിനൊക്കെ നിന്നു തരാൻ പാകത്തിന് പുതുതലമുറയിൽ ആരെയും കിട്ടില്ല. അതിന് ഏറ്റവും വലിയ തെളിവാണ് നിങ്ങൾ ഈ സമാജം എന്നൊക്കെ കൊട്ടിഘോഷിക്കുമ്പോൾ നിങ്ങളുടെ സമാജത്തിൽ ഉൾപ്പെട്ട ആളുകൾ തന്നെ എത്രയോ ആളുകൾ വേടൻ്റെ പാട്ടുകൾക്കും അയാളുടെ ആലാപനത്തിനും അദ്ദേഹത്തിൻ്റെ നൃത്തത്തിനും വേണ്ടിയിട്ട് കാതോർത്തിരിക്കുന്നു, ആളുകൾ ഒത്തുകൂടുന്നു. ഇവിടെയാണ് കാണേണ്ടത്. ടീച്ചറെ പോലുള്ള ആളുകൾ പൗരാണികത എത്ര കണ്ട് പുൽകാനാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ നിങ്ങളെന്തിനാണ് സാരി ധരിച്ചിരിക്കുന്നത്? ഈ സാരി വാസ്തവത്തിൽ ഭാരതീയമായ ഒരു വസ്ത്രധാരണമാണോ എന്ന് ഞാൻ വീണ്ടും ചോദിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഷർട്ട് ഭാരതീയമായ വസ്ത്രധാരണമാണോ? ഇവിടുത്തെ പണ്ഡിതന്മാർ പോലും ധരിച്ചിരുന്നത് എന്താണ്? മേൽവസ്ത്രം കേവലം ഒരു കുറിയാണ്ട് എന്ന് പറയുന്ന മുണ്ട് വെറുതെ ഇങ്ങനെ ഇട്ടിട്ട് മുട്ടുവരെ മാത്രം ഇറക്കമുള്ള മറ്റൊരു മുണ്ടുമാണ് ധരിച്ചിരുന്നത്. നമ്പൂതിരിമാരുടെയൊക്കെ വേഷം ഇതായിരുന്നു. സാധാരണ മനുഷ്യൻ്റെയൊക്കെ വേഷവും രീതിയുമൊക്കെ എങ്ങനെയായിരുന്നെന്ന് നിങ്ങൾക്കറിയാം. അതിൽ നിന്ന് മനുഷ്യൻ ഇന്നുള്ള നിലയിലേക്ക് പരിഷ്കരിക്കപ്പെട്ടു വന്നത് ഒട്ടേറെ സമരങ്ങളിലൂടെയാണ്. ആ സമരങ്ങളിലൂടെ ആർജിച്ചെടുത്ത മേധാവിത്വത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ടീച്ചർ പറയും പോലെ ജീവിക്കാനൊന്നും ഇനി ആരെയും കിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ സംസ്കാരത്തിൽ, ആ ആചാരത്തിൽ
എത്ര കണ്ട് ദുരാചാരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഞാൻ ടീച്ചറെ പറഞ്ഞ് മനസ്സിലാക്കണമോ? എൻ്റെ മുമ്പിൽ ഒരു കിണ്ടി ഇരിപ്പുണ്ട്. ഈ കിണ്ടി എന്ന് പറയുന്ന ഉപകരണത്തിന് ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. ഈ കിണ്ടി എങ്ങനെയൊക്കെ ഉപയോഗിക്കപ്പെട്ടു എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അറപ്പും വെറുപ്പും തോന്നുന്ന ഒരു ഭൂതകാലമുണ്ട്. ഇനി നിങ്ങൾക്ക് അഭിമാനമാണോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ, അത് മറ്റൊരു സത്യം. ഫിദ എന്നു പേരുള്ള ഒരു മുസ്ലിം പെൺകുട്ടിയോട് ഒരു IPS ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നുണ്ട്, ഫിദയ്ക്ക് എന്നാടോ തറവാടുണ്ടായത്? തറവാടെന്ന് പറയുന്നത് ഒരു നായർ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഈഴവരും അതുപോലെ മുസ്ലിങ്ങളും മറ്റുള്ളവരുമെല്ലാം നായരുടെ ആ സംസ്കാരത്തെ കോപ്പിയടിച്ചെന്നും അതിൽ അഭിമാനിക്കുകയാണ് വേണ്ടതെന്നും ലോകത്തെല്ലായിടത്തും ഈ സംസ്കാരത്തെ പുകഴ്ത്തുന്നുണ്ടെന്നും ബാർബേറിയന്മാരായി ലോകത്തിലെ സകല മനുഷ്യരും മറ്റ് സംസ്കാരങ്ങളെ കാണുമ്പോൾ നായർ സംസ്കാരം അത്യധികം വലുതായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ അന്ന് ആ വീഡിയോയിൽ കൊടുത്തൊരു മറുപടി ഉണ്ട്. ഈ ഫിദ എന്ന് പറയുന്ന മുസ്ലിം പെൺകുട്ടിക്കോ മറ്റിരുന്ന് പഠിക്കുന്ന ക്രിസ്ത്യൻ കുട്ടികൾക്കോ അതുമല്ലെങ്കിൽ അവിടെ വന്നിരുന്ന് പഠിക്കുന്ന ഈഴവർ മറ്റ് പിന്നോക്കരായ കുട്ടികൾക്കോ മറ്റേത് ജാതിയിൽപ്പെട്ടവർക്കും ഇങ്ങനെ തറവാടിത്തമൊന്നുമില്ലെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഈ ഫിദ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പറയാൻ ഒരപ്പനുണ്ട്. ഉറപ്പായിട്ട് തന്നെ പറയാൻ പറ്റും. അതിനകത്ത് സംശയത്തിന് കാരണമൊന്നുമില്ല. പക്ഷേ ഇതല്ല ഈ ക്ലാസ് എടുക്കുന്ന IPSകാരൻ്റെ അവസ്ഥ. അതൊക്കെ ഞാൻ ഏതാണ്ടൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ അതിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു ചരിത്രം ഈ കിണ്ടിക്ക് പറയാനുണ്ട്. എന്തായിരുന്നു അതെന്ന് നിങ്ങൾക്കറിയാം. നമ്മുടെ നാട്ടിൽ ശൂദ്രന്മാരുടെ വീടുകളെന്ന് പറയുന്നത് ബ്രാഹ്മണൻ്റെ വ്യഭിചാര കോളനികളായിരുന്നു. ആ പദം കൃത്യം തന്നെ പറയാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം അന്തിയെടുക്കുന്ന സമയത്തേക്ക് അതുവഴി യാത്ര പോകുന്ന ഏതൊരു ബ്രാഹ്മണനെയും ഇത്തരം വീടുകളിൽ സന്ധിക്കേണ്ട ഗതികേട് ഈ നായർക്കുണ്ടായിരുന്നു. നായർ പോയിട്ട് ഒരു കൂടം കള്ളിനു വേണ്ടി അതും കുടിച്ചുകൊണ്ട് അമ്പലപ്പറമ്പുകളിൽ ഇരുന്നു കൊണ്ട് ഈ തിരുവാതിര കാണുകയും അതുമല്ലെങ്കിൽ കഥകളി കാണുകയും തുള്ളൽ കാണുകയൊക്കെ ചെയ്തുകൊണ്ട് രാവെളുക്കോളം അവിടെ ഇരുന്നിട്ട് ചാമ്പി മയങ്ങിയ കണ്ണുകളോടെ ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയോടെ പ്രഭാതത്തിൽ വീട്ടിൽ വരുമ്പോൾ എന്താ സ്ഥിതി? ഇതാ വീട്ടിൽ മറ്റൊരുത്തന് ഉപ്പുണ്ട്. ആരാണ്? അതുവഴി കടന്നുപോയ ഒരു നമ്പൂതിരി. ഈ നമ്പൂതിരിയെ സേവിക്കാൻ ഈ ബ്രാഹ്മണന് വേണ്ടി പാദസേവ മാത്രമല്ല, സ്വന്തം ഭാര്യമാരെ, സ്വന്തം സ്ത്രീജനങ്ങളെ വിട്ടുകൊടുക്കത്തക്ക വിധത്തിൽ വിശാലമായിരുന്നു അന്നത്തെ സംസ്കാരം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അങ്ങനെ രൂപപ്പെട്ടു വന്ന സമ്മിശ്ര ജനതയുടെ പിന്മുറക്കാരാണ് പിൽക്കാലഘട്ടത്തിൽ കേരളത്തിലെയൊക്കെ സാംസ്കാരിക മേധാവിത്വം ഈ പറഞ്ഞ വിധത്തിൽ കൈയാളിയത്. അപ്പോൾ എപ്പോഴും ഈ ശൂദ്ര സമൂഹത്തിനുള്ള ഒരു സവിശേഷത കൂടി ടീച്ചർ മനസ്സിലാക്കിയിരിക്കണം. ടീച്ചർക്ക് അറിയാമെന്നാണ് ഞാൻ ധരിക്കുന്നത്. അതെന്താണ്? എക്കാലഘട്ടത്തിലും ഈ ബ്രാഹ്മണന്റെ പാദസേവ ചെയ്യുക, എന്നിട്ട് താഴോട്ടുള്ളവനെ പരമാവധി പുച്ഛിച്ച് പുറത്താക്കി അവഹേളിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ എത്രമാത്രം ബ്രാഹ്മണന്റെ മുമ്പിൽ തലകുനിച്ച് വേടൻ പറയുന്ന പോലെ നടുവ് കുനി നിൽക്കുന്നുവോ, ഈ ക്ഷീണമൊക്കെ മാറ്റുന്നത് ഈഴവർ മുതലായ പിന്നോക്കരുടെ മുമ്പിലാണ്. അവിടെ ചെന്ന് മേധാവികളായി രാജ്യവും മഹത്വവും എല്ലാം കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് അവരെ ഒരുതരം അപ്പാർത്തിടിന് വിധേയമാക്കും. എന്തെല്ലാം ബ്രാഹ്മണിക്കൽ ഹെജിമണി നിമിത്തം വീടുകളിൽ സംഭവിച്ചുവോ, എത്ര കുട്ടികൾ ഇത്തരത്തിൽ അവിഹിതമായി വീടുകളിൽ ജനിച്ചുവോ, ഈ വിഷമതകൾ മുഴുവൻ കൊണ്ട് തീർക്കുന്ന എവിടെയാണ്? ഈഴവരാദിയായിട്ടുള്ള പിന്നോക്കരുടെ ആ ജീവിതത്തിലേക്ക് കൊണ്ട് ഈ ഭാരങ്ങളൊക്കെ ഇറക്കി വെക്കുന്ന ഒരേർപ്പാട് പണ്ടുണ്ടായിരുന്നു. ഇതിനൊക്കെ എതിരെ എങ്ങനെയാണ് സമൂഹം വളർന്നത്? അത് മനുസ്മൃതിയുടെ തിട്ടൂരങ്ങൾക്കനുസരിച്ചോ ഹിന്ദു ഐക്യവേദിയുടെ അല്ലെങ്കിൽ RSSന്റെ ഏതെങ്കിലും തരത്തിലെ സാമൂഹിക പരിവർത്തനം കൊണ്ടൊന്നുമല്ല. അതൊക്കെ മനുഷ്യൻ സമരം ചെയ്തും തല്ലേണ്ടടുത്ത് തല്ലുകൊടുത്തും എതിർക്കേണ്ടടുത്ത് എതിർത്തും ഒക്കെ പിടിച്ചു വാങ്ങിയ സ്വാതന്ത്ര്യമാണ്. വേടനെപ്പോലുള്ള ആളുകൾ ഇന്ന് സംസാരിക്കുന്ന എന്താണ്? അത് നിങ്ങൾക്ക് മുറിവേൽക്കാൻ കാരണമായി തീരുന്നത് എന്താണ്? അതെങ്ങനെയാണ് സമാജത്തിന്റെ നാശത്തിന് കാരണമാകുന്നത്? ഇനി വേടൻ പാടുന്ന പാട്ടുകളിൽ അദ്ദേഹത്തിന്റെ നൃത്തത്തിൽ തകർന്നു പോകാനുള്ള ശക്തിയെ സമാജത്തിലുള്ളെങ്കിൽ അത്തരം സമാജങ്ങൾ പണ്ടേ തകരേണ്ടതാണ്. കാരണം അത് രാജ്യത്തെയും സമൂഹത്തെയും ഒന്നടങ്കം ഹനിക്കുന്ന വിഷബീജമാണെന്ന് പറയാൻ ഞാൻ അമാന്തിക്കുന്നില്ല. ഏതായാലും ടീച്ചറെ പോലുള്ള ആളുകൾ ഈ ഘട്ടത്തിൽ നടത്തുന്ന പ്രചാരവേലക്കൊന്നും വേണ്ടത്ര പ്രയോജനമുണ്ടാകുമെന്ന് കരുതാൻ വയ്യ. ടീച്ചറെ പോലെ തന്നെ ഈ ഘട്ടത്തിൽ സംസാരിച്ചു വന്ന ഒരാളാണ് മിനി എന്ന് പറയുന്ന പാലക്കാടെ ഒരു കൗൺസിലർ. ഈ പാലക്കാട് കൗൺസിലർ എന്തൊക്കെയാണ് പുലമ്പി വിട്ടതെന്ന് നമ്മൾ കണ്ടു. അവരവസാനം വേടനെതിരെ NIAക്ക് പരാതി കൊടുത്തിരിക്കുകയാണ്. ഏതായാലും ആ പരാതിക്കെതിരെ BJP ആ പരാതിയിൽ നിരുത്തരവാദപരമായ ഇടപാടൽ നടത്തി എന്ന പേരിൽ ഈ മിനിക്കെതിരെ ആക്ഷൻ എടുത്തിട്ടുണ്ട് എന്നറിയുന്നു. അല്ലെങ്കിൽ അവരുടെ നടപടിക്രമം തെറ്റായിപ്പോയി എന്ന് പറയുന്നതായിട്ട് കേൾക്കുന്നു. അതേ മിനിയുടെ പാലക്കാട് നഗരസഭയിലെ സ്ഥിതി എന്താ? അവിടെയുള്ള പൊതു ശ്മശാനത്തിൽ എനം തിരിച്ചേ ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും വൈശ്യർക്കും ശൂദ്രർക്കും ഒക്കെ ആയിട്ട് മതിലുകൾ കെട്ടിത്തിരിച്ചുകൊണ്ട് ശവ സംസ്കരിക്കാനുള്ള രീതികൾ സംജാതമാക്കിയ. എന്നിട്ട് അവർ തന്നെ പറയുകയാണ്, സമൂഹത്തിൽ വേടനെപ്പോലുള്ളവർ ജാതി ഉണ്ടാക്കുക. വേടനൊന്നുമല്ല ജാതി ഉണ്ടാക്കിയത്, അത് നിങ്ങളുടെ മനുവാണ് വേറെ ഇതുണ്ടാക്കിയത്. ചാതുവർണ്ണം മയാ സൃഷ്ടം എന്നൊക്കെയല്ലേ പറഞ്ഞത്. ഇനി അത് മാറ്റാൻ കഴിയില്ല. അതെങ്ങനെയാണ് മനുവും വിഷ്ണുവും ഒക്കെ ചേർന്ന് ഉണ്ടാക്കിയ ഇത്തരം ജാതി മാറ്റുവാൻ നിങ്ങൾക്കാരാ അധികാരം തന്നത്? നിങ്ങൾ ഈ മനുവിനും മീതെയാണോ? നിങ്ങൾ മഹാവിഷ്ണുവിനും മീതെയാണോ? നിങ്ങൾ ബ്രഹ്മത്തിന് മീതെയാണോ?
നിങ്ങളുടെ നിലവാരം അല്ലെങ്കിൽ നിങ്ങളുടെ കമ്മിറ്റിയിലെ മിനിറ്റ്സിനും റിപ്പോർട്ടിനും നിങ്ങൾക്ക് വാസ്തവത്തിൽ ഋഗ്വേദത്തിൻ്റെ പുരുഷ സൂക്തത്തിൻ്റെ മീതെ അധികാരമുണ്ടോ? ആര് തന്നു നിങ്ങൾക്ക് ഈ അധികാരം? അത് തന്നെ തെറ്റല്ലേ? ദൈവം നിങ്ങൾക്ക് നൽകിയെന്ന് പറയുന്ന ഈശ്വരൻ അല്ലെങ്കിൽ ആത്യന്തിക ശക്തി നിങ്ങൾക്ക് തന്നു എന്നൊക്കെ പറയുന്ന അധികാരം ഉപയോഗിച്ച് രൂപപ്പെടുത്തിയ ഈ ജാതി വ്യവസ്ഥയെ തകർക്കാനൊന്നും നിങ്ങൾക്ക് അധികാരമില്ല. അതുകൊണ്ട് ഞങ്ങൾ അതിനെ ഗൗനിക്കാതെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഈ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നത്. ഞാൻ ഒന്നുകൂടി പറയട്ടെ, ഋഷിമാരും ദിവ്യന്മാരും ഒക്കെ കാട്ടിൽ പോയിരുന്ന് ദീർഘകാലങ്ങളിലെ കഠിന തപസ് കൊണ്ടൊക്കെ നേടിയ വെളിപ്പാടുകളോ കാഴ്ചപ്പാടുകളോ പുരാണങ്ങളോ ദർശനങ്ങളോ ഒക്കെ നിങ്ങളുടെ പക്കലുണ്ട്. അതൊക്കെ സൂക്ഷിക്കാനും സംരക്ഷിക്കാനുമുള്ള നിങ്ങളുടെ അവകാശത്തെ വിലമതിക്കുന്നു. പക്ഷേ ഞങ്ങൾക്കത് ഒട്ടും ആവശ്യമില്ല. അതിന് വേടൻ പറഞ്ഞ വാക്ക് ഉദ്ധരിക്കാൻ എനിക്ക് കഴിയില്ല. പക്ഷേ വേടൻ പറഞ്ഞ വാക്കിനകത്ത് ഒരു സത്യമുണ്ട്. അതെന്താണ്? പുല്ല് അല്ലെങ്കിൽ രോമം എന്നർത്ഥം വരുന്നൊരു പദമാണ് വേടൻ ഉപയോഗിച്ചൊരു ചീത്ത. കേരളത്തിൽ തീർച്ചയായിട്ടും അത് ചീത്തയാണ്. അദ്ദേഹം ഒന്നുകൂടി പറയുകയാണ്, ഞാൻ പാണനല്ല, പറയനല്ല, പുലേനല്ല, നീ തമ്പുരാനുമല്ല എന്ന് പറഞ്ഞിട്ട് ആ തമിഴ്നാട്ടിൽ മുടിക്ക് പറയുന്നൊരു പേരാണ് അദ്ദേഹം പറയുന്നത്. കേരളത്തിൽ നമ്മളത് ചീത്തയായിട്ടൊക്കെ തന്നെയാണ് കാണുന്നത്. ഈ ചീത്ത കേൾക്കുന്ന നമ്മുടെ ടീച്ചർക്ക് എന്തേ ഈ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പൂരങ്ങളില്ലേ, ദേവിയെ സങ്കല്പിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ കണ്ണകിയും കോവിലനെയൊക്കെ ഉള്ള സങ്കല്പങ്ങൾക്ക് പുത്തൻ ഭാഷ നൽകിക്കൊണ്ട് നടത്തുന്ന തെരുവിലൂടെ നമ്മുടെ PW റോഡിലൂടെ പാട്ടുപാടി കൗമാരക്കാരായ കുട്ടികളും മുതിർന്ന അമ്മച്ചിമാരുമൊക്കെ പാട്ട് പാടിക്കൊണ്ട് ഇതുവഴി പോകുന്ന പൂരപ്പാട്ടുകൾ കേട്ടിട്ടില്ലേ? ഇത് കണ്ടാൽ ലജ്ജ തോന്നാത്ത നിങ്ങൾക്ക് എന്തേ വേടൻ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേജിൽ നിന്നുകൊണ്ട് ഇത്തരം പദങ്ങൾ പറയുമ്പോൾ വല്ലാതെ പൊള്ളാൻ കാരണം നീ തമ്പുരാനല്ല എന്ന് പറയുമ്പോൾ തമ്പുരാനാണ് എന്ന് എവിടെയോ കിടക്കുന്ന ഒരു ബോധം നിങ്ങളെക്കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നതാണ്. പക്ഷേ കാലം എത്ര കാത്തിരുന്നാലും നിങ്ങൾക്കിനി പഴയ പ്രതാപത്തിലേക്കൊന്നും വരാൻ കഴിയില്ല. വരാൻ കഴിയാത്തതിൻ്റെ കാരണം എന്താണെന്നെ, കാടിൻ്റെ ഏകാന്തതയിൽ ഇരുന്ന് ആരൊക്കെയോ തപസ്സനുഷ്ഠിച്ച് ഈശ്വരൻ കനിഞ്ഞനുഗ്രഹിച്ചു എന്ന് അവർ കരുതി പ്രാപിച്ച വെളിപ്പാടുകൾക്കും അവർക്ക് കിട്ടിയ കാഴ്ചപ്പാടുകൾക്ക് അവരുടെ ദർശനങ്ങൾക്കുമൊക്കെ ചവറ്റുകൊട്ടയിൽ സ്ഥാനം കൊടുത്തുകൊണ്ട് ഞങ്ങൾ സ്ഥാപിച്ചെടുത്ത മാനവികതയുടെ ചിഹ്നമാണ്, അതിൻ്റെ ആദർശമാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. ആ ഇന്ത്യൻ ഭരണഘടന മുമ്പിൽ ഞങ്ങൾ ഇതിന് ഒരു വിലയും മതിക്കുന്നില്ല. നിങ്ങൾക്കത് വലിയ കാര്യമായിരിക്കാം, നിങ്ങൾക്കത് സംസ്കാര സമ്പന്നമായിരിക്കാം, നിങ്ങൾക്കത് ശ്രേഷ്ഠമായിരിക്കാം. മനുഷ്യനെ ബ്രാഹ്മണനെന്നും ക്ഷത്രിയനെന്നും ആര്യനെന്നും ചണ്ടാലനെന്നും ഒക്കെ വേർതിരിക്കുന്നത് നിങ്ങൾക്ക് മഹത്തര ആശയമായിരിക്കാം. അതിലൊക്കെ എന്തൊക്കെയോ മാർമിക സത്യങ്ങളുണ്ടായിരിക്കാം. ഞങ്ങൾക്ക് ആ സത്യം ആവശ്യമില്ല. പരിഷ്കൃതാശയരായ ഒരു ജനതയുടെ സമൂഹത്തിന് അവരുടെ മുമ്പോട്ടുള്ള യാത്രയ്ക്ക് ഒരു ഗുണവും ഒരാവശ്യമില്ലാത്ത ഇത്തരം പഴഞ്ചൻ വേദാന്തങ്ങളെ, ഇത്തരം ചിന്താഗതികളെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയാനുള്ള ആഹ്വാനമാണ് വേടനെ പോലെയുള്ളവരുടെ ചിന്തകളിലൂടെ പ്രതികരിക്കുന്നെങ്കിൽ ഞാൻ ഈ ഘട്ടത്തിൽ ടീച്ചറെ പോലുള്ളവരുടെ ഇടുങ്ങിയ മനസ്സിൻ്റെ ഉള്ളറയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ചാതുർവർണ്ണയ ബോധത്തിൻ്റെ ആ വസ്തുതകളെയാണ് സമൂഹത്തിൽ ഒന്ന് ബോധ്യപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നത്. ഏതായാലും കിണ്ടിയുടെ ചരിത്രം പോലെ പറയാൻ 100 ചരിത്രങ്ങളുടെ പിൻബലം, അതപ്പതിച്ച ചരിത്രങ്ങളുടെ പിൻബലം, ആ ചരിത്രങ്ങളെ ഒന്നും പെട്ടെന്ന് കുടന്നു കളയാൻ പറ്റില്ല. നാളെ ഒരിക്കൽ ഈ വേടൻ വന്നിട്ട് നിങ്ങളുടെ ഒരു പ്രോഗ്രാം കണ്ടിട്ട് പറയാ, ടീച്ചറെ ഇങ്ങനെയല്ല ശരിക്കും തിരുവാതിര നടത്തേണ്ടത്. തിരുവാതിരയുടെ ആദ്യകാല വേഷം എന്താ? ഇന്ന് കാണുന്ന പോലെ സാരിയും ബ്ലൗസൊക്കെ ആയിരുന്നോ? മുലക്കച്ച മാത്രം കെട്ടിക്കൊണ്ട് സ്ത്രീകൾ തങ്ങളുടെ ശരീരഭാഗങ്ങളെ ആഢ്യന്മാർക്ക് മുമ്പിൽ ഇളക്കി പ്രദർശിപ്പിച്ച് രാത്രി നടത്തുന്ന ഒരുതരം നൃത്തമാണ്. ആ നൃത്തം ശിവപാർവതി പരിണയവുമായി ബന്ധപ്പെട്ട കഥകളാണ്. അവർ തമ്മിലുള്ള രതിക്രീഡകളുടെ വിശദീകരണമാണ് അവിടെ നടക്കുന്നത്. ഇതൊക്കെ കേട്ടിരുന്നിട്ടൊന്നും തോന്നാത്ത അശ്ലീലം വേടൻ തൻ്റെ നിലപാടിനെ ഒരു ഗൗരവത്തിൽ പ്രഖ്യാപിച്ചപ്പോൾ, ഒരു ഗർജനം പോലെ നിങ്ങൾക്ക് നേരെ പറഞ്ഞപ്പോൾ, ആ കൂരമ്പുകൾ കൊണ്ട് വേടന്റെ അമ്പുകൾ ലക്ഷ്യസ്ഥാനത്ത് കൊണ്ട് തറച്ച മുറിവിൽ നിന്നാണ് ടീച്ചറെ പോലുള്ള ആളുകൾ വിലപിക്കുന്നത്. അതുകൊണ്ട് ശശികല ടീച്ചർ എക്കാലഘട്ടത്തിലും ഈ കേരളത്തിൽ മലയാളക്കരയിൽ നമ്മുടെ ഇടയിൽ കലർത്താനിരുന്നത് വിഷമാണ്. ആ വിഷം വർഗീയതയുടേതാണ്, അത് ജാതി മേധാവിത്വത്തിൻ്റെതാണ്. ജാതി സമാജം എന്നൊക്കെ വീമ്പിളക്കുമ്പോഴും ടീച്ചറുടെ മനസ്സിൽ പണ്ട് കാലഘട്ടത്തിൽ ബ്രാഹ്മണിക്കൽ ഗജിമണി അല്ലെങ്കിൽ ബ്രാഹ്മണിക്കൽ ഹൈറാർക്കി ഇല്ലേ, അവരൊക്കെ ആസ്വദിച്ചു പോരുന്ന ജീവിത സുഖത്തിൻ്റെ ഏതൊക്കെയോ ചില ഓർമ്മപ്പെടുത്തലുകൾ കിടക്കുന്നു. ഇനിയും നിങ്ങളുടെ പാദസേവ ചെയ്യാൻ, നിങ്ങൾ പറയുന്ന ഇടത്തേക്ക് നോക്കിക്കൊണ്ട് ജീവിതത്തെ കരിപ്പിടിപ്പിക്കാൻ, നിങ്ങളുടെ തിട്ടൂരങ്ങൾക്ക് വഴങ്ങാൻ യാതൊരു വിധത്തിലും നിന്നു കൊടുക്കാത്ത വിധം ജനാധിപത്യ ശക്തിപ്പെട്ടു ടീച്ചർ. അതാദ്യം മനസ്സിലാക്കണം. ആ ടീച്ചർ ഇടുന്ന അത്തരം ജൽപ്പനങ്ങളെ ഒരു വിധത്തിൽ ഉൾക്കൊള്ളേണ്ട ഒരു ബാധ്യത ആർക്കില്ല. അതൊന്നും ആരും കേൾക്കുന്നുമില്ല. പിന്നെ സ്വയം അപഹാസ്യയാകാൻ ഇതൊക്കെ കുറെ കൂടി ഗുണം ചെയ്യുമെങ്കിൽ അത്രമാത്രം. ഞാൻ ടീച്ചറെ ഓർക്കുന്നത് ഉണ്ണിത്താനുമായുള്ള ഒരു അഭിമുഖത്തിലാണ്. ഉണ്ണിത്താൻ ടീച്ചറുടെ പ്രസ്താവനകൾ നിങ്ങൾ മറ്റു സമൂഹങ്ങളെ എങ്ങനെ കാണുന്നു എന്നുള്ളതിൻ്റെ വിശദീകരണം പറയുന്നിടത്ത് ഒരു അത്യാവശ്യം ചമ്മലോടെ ആകപ്പാടെ ഗതികെട്ട് അവിടെ ഇരിക്കുന്ന ടീച്ചറുടെ മുഖമാണ് കണ്ടത്. അതുകൊണ്ട്
ഈ ഹിന്ദു ഐക്യവേദി പോലുള്ള സംഘടനകൾ, അതിൽ വളരെ മാന്യമായിട്ടൊക്കെ സംസാരിക്കുന്ന ആർ വി ബാബുവിനെ പോലുള്ള നല്ല മാന്യന്മാരായ ആൾക്കാരുണ്ട്. നിങ്ങളുടെ ഫിലോസഫിയോടും നിങ്ങളുടെ ജീവിത വീക്ഷണങ്ങളോടും കാഴ്ചപ്പാടുകളോടും ഒക്കെ വിയോജിക്കുമ്പോൾ തന്നെ ആർ വി ബാബുവിനെ പോലെ, ശ്രീ കുമ്മനത്തെ പോലെ ഒക്കെ സാത്വികരായ മനുഷ്യർ ആ പ്രസ്ഥാനത്തിലുണ്ട്. ഇതേ വിധത്തിലുള്ള വിവരവും അറിവും മാനവികതയെക്കുറിച്ച് അല്പമെങ്കിലും ബോധ്യമുള്ള ആളുകളൊക്കെയാണ് സംഘടനകൾക്ക് വേണ്ടി സംസാരിക്കേണ്ടത്. ഇതിങ്ങനെ മനുഷ്യരാശി മാനവ സമൂഹത്തെ മുഴുവൻ പലതട്ടിലാക്കി ഈ വർഗീയത വിളമ്പുന്ന ഇത്തരം ആളുകൾ സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ സ്വയം നിങ്ങളുടെ സംഘടനകളുടെ നിലവാരം അത് താഴേക്ക് താഴുകയുള്ളൂ. പിന്നെ ഇത്തരം വിറപ്പിക്കലും ഇത്തരത്തിലെ ക്ഷോഭമൊക്കെ സ്വയം പറഞ്ഞു തീർക്കാം. ഇതൊന്നും ആർക്കും അംഗീകരിക്കേണ്ട ബാധ്യതയില്ല. ഈ ഒരു കാര്യം ഈ ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ഒപ്പം പാലക്കാട് നഗരസഭയിൽ എന്തിനാണ് NSSന് വേണ്ടി പ്രത്യേകിച്ച് ഇങ്ങനെ മതിൽ കെട്ടി സ്ഥലം വേർതിരിച്ചു കൊടുത്തതെന്നും അതിൻ്റെ പിന്നാലെ എല്ലാ ജാതിമത സംഘടനകളും ഒരുമിച്ച് വന്ന് അപേക്ഷ വെച്ചുകൊണ്ട് ഈ സ്ഥലത്ത് തങ്ങൾക്കെല്ലാം വേറിട്ട സ്ഥലങ്ങൾ വേണമെന്നും ഒക്കെ വാദിക്കുന്നത്, ഇത്തരത്തിലെ കൃത്യങ്ങളും കാര്യങ്ങളും ഒരു നഗരസഭയുടെ ഭരണം കിട്ടിയപ്പോൾ നിങ്ങൾ ചെയ്യാൻ തയ്യാറായെങ്കിൽ ഈ രാജ്യം എവിടേക്കാണ് പോകുന്നത്, നിങ്ങൾ എവിടേക്കാണ് സമൂഹത്തെ നയിക്കുന്നത് എന്ന് ഇതിൽ പരം തെളിവൊന്നും ആവശ്യമില്ല. ഏതായാലും ഞാൻ ഈ ഘട്ടത്തിൽ ഈ നമ്മുടെ രാജ്യത്തിലെ ഇത്രയും മേനി പറയുന്ന ടീച്ചറെ പോലുള്ള ആളുകളും നിങ്ങളുടെ സമൂഹവും പണ്ടനുഭവിച്ച വ്യതകളുണ്ടല്ലോ, ആ വ്യതകളുടെ ഒരു സുഖാലസ്യം പേറിയാണോ അതോ അത് വെറുപ്പോടെ ആ ഭൂതകാലത്തേക്ക് നിങ്ങൾ സമരം ചെയ്യുകയാണ്? സമരം ചെയ്യുന്നെങ്കിൽ നിങ്ങൾ മന്നത്ത് പത്മനാഭൻ്റെ വഴിയിലാണ്. കാരണം അദ്ദേഹമാണ് പറഞ്ഞത് എടുത്തെറിയടാ കിണ്ടി എന്ന് പറഞ്ഞത്. കാരണം എന്താ, കിണ്ടി അത് വെള്ളം നിറച്ച് ഇങ്ങനെ വരാന്തയിൽ വെച്ചിട്ട് നമ്പൂതിരിയെ കാത്തിരിക്കുന്ന ആ ലോകത്തിൽ നിന്ന് വിഭിന്നമായിട്ട് ഇനിമേൽ നിനക്കൊന്നും ഞങ്ങളുടെ വീട്ടിൽ പ്രവേശനമില്ലെന്നും മാന്യതയോടെ ജീവിക്കണമെന്നും പറഞ്ഞ് നമ്പൂതിരിയുടെ ജീവിതത്തെ പരിഷ്കരിച്ചത് മന്നത്ത് പത്മനാഭനെ പോലെയുള്ളവരുടെ ധീരമായ നിലപാടായിരുന്നു. ഞാൻ പറയുന്ന ഒരു കാര്യം ആവർത്തിക്കുന്നു. നമ്മുടെ രാജ്യത്ത് അയ്യങ്കാളിയുടെ ജീവചരിത്രം, അംബേദ്കറുടെ ജീവചരിത്രം, ബഹുമാനനായ നാരായണ ഗുരുവിൻ്റെ ജീവചരിത്രം, അവരുമായി ബന്ധപ്പെട്ട സമരങ്ങളും ഇതിഹാസങ്ങളുമൊക്കെ സിനിമയായിട്ടുണ്ട്. പക്ഷേ മന്നത്ത് പത്മനാഭൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളും ഒരു സിനിമയാക്കാൻ പറ്റാത്തതിൻ്റെ കാരണം ഈ രാജ്യത്തെ നായരും നമ്പൂതിരിയും അവരുടെ അവീതമായ ജീവിത സ്ഥിതികളും ഒക്കെ സിനിമയാക്കി കഴിഞ്ഞാൽ അത് എത്രമാത്രം അശ്ലീല നിബിഡമാണെന്നും അത് എത്രമാത്രം വരും തലമുറ അറപ്പോടെ നിങ്ങൾ ഓർക്കുമെന്നും ഒക്കെ അതിന് തെളിവുണ്ട്. 19-ാം നൂറ്റാണ്ടിലെ കേരളം, 20-ാം നൂറ്റാണ്ടിലെ കേരളം, ഇങ്ങനെയൊക്കെ നമ്മുടെ കൃഷ്ണനുണ്ണി എഴുതിയ പുസ്തകം ഇപ്പോൾ എൻ്റെ മുമ്പിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഗ്രന്ഥങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുക. അതിലെല്ലാം എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് ഈ രാജ്യത്ത് ജാതി ഓപ്പറേറ്റ് ചെയ്തതെന്ന്, അതെന്തെല്ലാം ദുഷ്ടതകളാണ് ഈ രാജ്യത്ത് ചെയ്തത്. വില്യം ലോഗൻ്റെ മലബാർ മാനുവലുണ്ട്. ഇതിലെല്ലാം കൃത്യമായി തന്നെ ഭൂതകാലത്തിൽ ഇത്തരം ജീർണതകൾ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു എന്നൊരു സത്യം നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഇതൊക്കെ നിങ്ങൾക്കറിയാം, അറിവില്ലാഴികയൊന്നുമല്ല. ടീച്ചർ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ചരിത്ര അധ്യാപികയാണെന്നൊക്കെയാണ് കേൾക്കുന്നത്. ആണെങ്കിൽ എന്തുവാകട്ടെ, നിങ്ങളുടെ വിഷയമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇനിയും ചരിത്രാധ്യാപികയാണെങ്കിലും ഇത്തരം ചരിത്രം അല്ലെങ്കിലും നമ്മൾ പഠിക്കേണ്ടി വരുമല്ലോ, വസ്തുതകൾ പഠിക്കേണ്ടി വരുമല്ലോ. ഇവിടെ ഇരുന്നു കണ്ട് നിങ്ങൾ ഇന്ത്യക്ക് ഭൂതകാലമുണ്ടെന്നും അത് മഹത്തരമാണെന്നും അത് ശ്രേഷ്ഠമാണെന്നും പറയുമ്പോൾ അറിയാതെ ഇത്തരം ചരിത്രങ്ങളെ കണ്ണടച്ച് വിടുകയാണ്. അതുകൊണ്ട് കിണ്ടി മഹാത്മ്യത്തിൽ അധിഷ്ഠിതമായ ശൂദ്രജീവിതത്തിൻ്റെ ഭൂതകാലം അത് ഹീനവും അത് പൊതുജന സമക്ഷം പ്രസംഗിക്കാൻ കൊള്ളാത്തതുമാണ്, പഠിപ്പിക്കാൻ കൊള്ളാത്തതാണ്. ഇത് ശൂദ്ര സമൂഹത്തെ തന്നെ ഇന്ന് പഠിപ്പിച്ചാൽ ആ കുട്ടികൾ ഉണർന്നുകൊണ്ട് ബ്രാഹ്മണിക്കൽ ഹെജിമണിക്കെതിരെ അലറി വിളിക്കും. ഈ പരിസ്ഥിതി സംജാതമാകും. ഈ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളുടെ സമൂഹത്തെ ദയവായി തള്ളിയിടരുത്. അത് നിങ്ങളുടെ സമാജത്തിന് ദോഷം ചെയ്യും. മറിച്ച് വേടനെപ്പോലെയുള്ളവർ പാടിക്കൊണ്ടിരിക്കും. അവർ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് ചെയ്യുന്നത്. വേടൻ പറയുന്നു എൻ്റെ ജോലിയാണ്, ആ ജോലി വിജയിച്ചിരിക്കുന്നു, അത് കൊള്ളേണ്ടെടുത്ത് കൊണ്ടിരിക്കുന്നു എന്ന് സധൈര്യം പറയുന്നു. ഇനി ഒരു കാര്യം കൂടി, വേടനെക്കുറിച്ച് പറയുന്നിടത്ത് കഞ്ചാവോളി എന്നൊരു പ്രയോഗം ടീച്ചർ നടത്തുന്നുണ്ട്. രാഹുൽ ഈശ്വർ ആകപ്പാടെ എതിർത്തത് ആ ഒരു പദത്തെയാണ്. ബാക്കി കാര്യത്തിലൊക്കെ സപ്പോർട്ടുണ്ട്. ഈ രാഹുൽ ഈശ്വർ ചിരിച്ചുകൊണ്ട് നമുക്ക് വിഷം തരുന്നൊരു മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ പറയുന്നു, ഞാൻ ഒരു വലതുപക്ഷ ആര്യ ബ്രാഹ്മണിക്കൽ ആക്ടിവിസ്റ്റാണെന്ന് പറയുന്ന ഒരാളാണ്. അത് തന്നെയാണ് മുമ്പേ പറഞ്ഞത്. എന്താണ് ആര്യ ബ്രാഹ്മണിക്കൽ വലതുപക്ഷ ആക്ടിവിസ്റ്റുകൾ? അവരുടെ പ്രത്യേകത എന്താണ്? ശൂദ്ര ഇടങ്ങളിൽ അവർ ചില പ്രത്യേകതരം വ്യവഹാരങ്ങൾ കണ്ടെത്തുക, ശൂദ്രന് ഒരു വിലയും കൽപ്പിക്കാതിരിക്കുക. ശൂദ്രന്മാരുടെ അവസ്ഥ എന്താ? കഴിവതും ചെന്ന് അവരുടെ പാദം മുത്തി അവർക്ക് മുമ്പിൽ വിധേയരായിട്ട് നിൽക്കുക, അവർക്ക് വേണ്ടി എത്രയും നട്ടൽ വളയ്ക്കുക. അതുകൊണ്ടാണല്ലോ പ്രമുഖനായിട്ടുള്ള നമ്മുടെ ഒരു MP പറഞ്ഞത്, വരും ജന്മത്തിൽ എനിക്ക് ഒരു ബ്രാഹ്മണനായിട്ട് ജനിച്ച് പൂണൂല് കെട്ടണം. അയാൾക്ക് മനുഷ്യനാകണമെന്നല്ല പറയുന്നത്, പൂണൂല് കെട്ടണം. എന്നിട്ട് ഈ അയ്യപ്പ വിഗ്രഹത്തെ തഴുകണം. നമ്മുടെ അയ്യപ്പ വിഗ്രഹത്തെ ചെയ്ത് തഴുകുന്ന കഥ പറയുമ്പോൾ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലെ സാധുക്കളായ മനുഷ്യർ, വിശേഷിച്ചും വനവർഗ വാസികളായിരുന്ന അരയന്മാരുടെയും മറ്റും
കുലദൈവമായിരുന്ന അയ്യപ്പനെ അപഹരിച്ചെടുത്ത് സ്വന്തം തട്ടകത്തിൽ കൊണ്ടിട്ടിട്ട് ആന്ധ്രയിൽ നിന്ന് കുടിയേറി വന്ന ബ്രാഹ്മണരെ കൊണ്ട് അവിടുത്തെ കർത്തവ്യങ്ങളൊക്കെ ചെയ്യിച്ച് എല്ലാത്തരം സമ്പന്നമായ ക്ഷേത്രങ്ങളുമെല്ലാം ബ്രാഹ്മണന്റെ കാൽക്കീഴിൽ കൊണ്ടുവച്ച് അവിടെ ഉന്നതമായ ഉദ്യോഗമൊക്കെ നേടി അങ്ങനെ സ്വന്തം നിലയിലൊക്കെ വളർന്നു വരുന്ന ഇന്നത്തെ ശൂദ്ര സമൂഹം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളിങ്ങനെ നട്ടല് വളച്ച് മുകളിലേക്ക് നിന്ന് പ്രാപിച്ചതൊക്കെ കൊണ്ട് നിങ്ങൾക്ക് ചില ഗുണങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ സജീവനെ പോലുള്ള ആളുകളുണ്ടല്ലോ, ഈ നമ്മുടെ അരയ കമ്മ്യൂണിറ്റിയിൽ പെട്ടത്, അവർ ചരിത്രത്തിൻ്റെ തെളിവോടെ കൃത്യമായി വസ്തുതകളുടെ പിൻബലത്തിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയ ഇത്തരം ക്ഷേത്രങ്ങളെപ്പറ്റി ഇത്തരം ആചാരങ്ങളെപ്പറ്റി വ്യാകുലരാണ്. അവരുടെ സമാജത്തിന് മുറിവേൽക്കുന്ന ഒന്നും ഇത്തരം ടീച്ചർമാർക്കൊരു വിഷയമില്ല. കാരണം സവർണമാടമ്പിമാരുടെ സുഖവും സൗകര്യവും സംരക്ഷിക്കാൻ വേണ്ടി സമാജം എന്നൊക്കെ പേരിട്ടിട്ട് ഹിന്ദുക്കളെ മുഴുവൻ ഒരു കുടക്കീടി കൊണ്ടുവരാം എന്നൊക്കെയുള്ള ഇത്തരം ചിന്തകളും കാഴ്ചപ്പാടുകളുമുണ്ട്. അതിനിടയ്ക്കാണ് ഈ കഞ്ചാവോളി എന്ന പ്രയോഗം. ടീച്ചറെ, നിങ്ങൾ മനസ്സിലാക്ക്, നമ്മുടെ രാജ്യത്തെ സന്യാസിമാർ കോടിക്കണക്കിന് മനുഷ്യർ അവരിത് ഉപയോഗിച്ച ഈ ദേവപ്രീതി നടത്തുന്നത്. ഞാൻ പറയേണ്ടതില്ല, അഘോരികളുടെ ആഘോഷങ്ങളെപ്പറ്റി പറയേണ്ടതില്ലല്ലോ, ശിവഭക്തരുടെ ആഘോഷങ്ങളെപ്പറ്റി പറയേണ്ട കാര്യമില്ലല്ലോ. ഇതൊക്കെ കണ്ടിട്ട് ഒരു പ്രതികരണം പോലും നടത്താത്ത ടീച്ചർ ഈ വേടൻ്റെ കഞ്ചാവ് കേസ് ഒരു വിഷയമാക്കുന്നു. തീർച്ചയായിട്ടും വേടനെന്നല്ല, കഞ്ചാവ് ആരുപയോഗിച്ചാലും ലഹരി ആരുപയോഗിച്ചാലും അത് ഗുരുതരം തന്നെയാണ്. അതിനെതിരെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരോട് സമീപിക്കുകയും വേണം. ഒപ്പം തന്നെ ഒരു കാര്യം, ഈ വേടനെ ഇന്ന് നമ്മുടെ രാജ്യത്ത് നാട്ടിലെ സർക്കാരുകൾ പ്രോഗ്രാമുകൾക്ക് ക്ഷണിക്കുന്നു. അത് മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ എതിരെയുള്ള പ്രശ്നങ്ങൾക്ക് വേടനെ കൊണ്ട് സംസാരിപ്പിക്കുന്നത് ഉചിതമാണെന്ന് വെച്ചാൽ ഉചിതമല്ലെന്ന് തന്നെയാണ് എൻ്റെ വാദം. ആ കാര്യത്തിൽ മാത്രമേ ടീച്ചറോട് യോജിക്കാം. പക്ഷേ ഇതേ രാജ്യത്ത് മറ്റൊരു കാഴ്ച കണ്ടു. ഈ മലിനവസ്തുക്കൾ കൊണ്ടുവന്ന് പുഴയിൽ തള്ളിയതിൻ്റെ പേരിൽ, പൊതുസ്ഥലത്ത് തള്ളിയതിൻ്റെ പേരിൽ MG ശ്രീകുമാറിൻ്റെ പേരിൽ കേസ് വന്നിരുന്നു. ആ കേസ് അദ്ദേഹം ഫൈൻ അടച്ചൊക്കെ തീർത്തു. ആ MG ശ്രീകുമാറാണ് ഇന്ന് മാലിന്യം ദൂരീകരിക്കുന്ന ആ ഡിപ്പാർട്ടുമായി ബന്ധപ്പെട്ട ശുചീകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ അംബാസിഡർ. അപ്പോൾ ടീച്ചർ അതിനെതിരെയൊന്നും പ്രതികരിച്ചേണ്ടില്ല. കാരണം എന്താണ്, അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഒരു ഹെജിമണി, ബ്രാഹ്മണിക്കൽ ഹെജിമണിയെ ഉൾക്കൊള്ളുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നു. അവിടെ പ്രശ്നമില്ല. മറിച്ച് വേടൻ കഞ്ചാവ് വലിച്ചെങ്കിൽ വേടനെതിരെ ഉപയോഗിക്കാമോ എന്ന് ചോദിക്കുന്നിടത്ത് ഇരട്ടത്താപ്പ് നിങ്ങൾ പ്രയോഗിക്കുകയാണ്. വേടനെന്നല്ല, കലാകാരന്മാർ മിക്കാറുമൊക്കെ ഇത്തരത്തിൽ ലഹരിക്ക് അടിമയാണ്. എത്ര ആളുകളുടെ പേരിൽ കേസുണ്ട്. അന്നേരൊന്നും പൊങ്ങാത്ത നാവ് ആ ടീച്ചർക്ക്, ശശികല ടീച്ചർക്ക് ഇവിടെ വരുമ്പോൾ ഉയരുന്നത് എന്തുകൊണ്ടാണ്? അത് നിങ്ങളെ മുറിവേൽപ്പിച്ചിരിക്കുന്നു. അതായത് MG ശ്രീകുമാർ ഈ മാലിന്യം കൊണ്ട് വഴിയിലിട്ടപ്പോൾ നിങ്ങൾക്ക് മുറിവുണ്ടാവുന്നില്ല. അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമാ നടൻ, പേരെടുത്ത എത്രയോ നടന്മാർ മദ്യത്തിന് അഡിക്റ്റാണ്, ജീവിതം തകർന്നു എത്ര മനുഷ്യരാണ്, സ്ത്രീകൾ തന്നെ. നമുക്കറിയാം, ഒരു പ്രമുഖ നടി മദ്യപിച്ച് മതോന്മത്തയായി ഒരു സർക്കാർ പരിപാടിയിൽ വന്ന് പ്രസംഗിച്ചു. കൊടുക്കുക ആ പ്രോഗ്രാം തന്നെ ആകപ്പാടെ അലമ്പുന്ന പരിസ്ഥിതി സംജാതമായി. ടീച്ചർക്ക് ഏറെ അറിയാവുന്ന നടിയാണ്. എന്തേ ടീച്ചർ പ്രതികരിച്ചില്ല? അന്ന് ഈ ചാരായത്തെപ്പറ്റിയോ വിദേശ മദ്യത്തെപ്പറ്റിയൊന്നും ഊറ്റം കൊള്ളാത്ത ടീച്ചർക്ക് വേടൻ്റെ കഞ്ചാവിൽ, വേടൻ്റെ ലഹരിയിൽ മാത്രം അമിതമായ ആകാംക്ഷ വരാൻ കാരണം വേടൻ്റെ വാക്കുകൾ നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. ഏതായാലും താങ്കളെപ്പോലുള്ളവരെ അസ്വസ്ഥതപ്പെടുത്തുന്നില്ലെങ്കിൽ വേടനെപ്പോലുള്ള സംഗീതം പ്രസക്തമല്ല. വേടനെന്നല്ല, യാതൊരാൾക്കും ലഹരി നിമിത്തം ഒരു വിപത്തുണ്ടാകാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയിൽ ഞാൻ ടീച്ചർക്കൊപ്പമുണ്ട്. മറുവശത്ത് ടീച്ചർ സമൂഹത്തിൽ ഇത്തരത്തിലെ ചില കാഴ്ചപ്പാടുകളാണ് പരത്താൻ ലക്ഷ്യമെടുത്തതെങ്കിൽ തീർച്ചയായും ഈ കിണ്ടീചരിതങ്ങളെ, അതിൻ്റെ ഭൂതകാലങ്ങളെ, അതിൽ സമൂഹം അനുഭവിച്ച ചില തെറ്റായ പ്രവണതകളെ ഞങ്ങൾക്ക് വിശദീകരിക്കേണ്ടി വരും. അതുകൊണ്ട് ഇത്തരം പ്രചാരവേലകളിൽ നിന്ന് ടീച്ചർ പിന്നോട്ട് നിൽക്കുന്നതാണ് സാംസ്കാരികവും ബൗദ്ധികവുമായ ബുദ്ധി എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.